അയ്യപ്പൻ എന്ന രീതിയിലാണ് ശബരിമലയിലെ മൂല്യമേറിയ വസ്തുക്കൾ, പരിപാവനമായ വസ്തുക്കൾ കൊണ്ടുപോയി ഓരോ വീട്ടിലും പ്രദർശിപ്പിക്കുന്നത്. അതാണ് കണ്ടുവന്നത്. അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ അജയ് തറയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ബംഗളൂരുവിലെ കുറേ മലയാളികളാണ് സ്പോൺസർ ചെയ്തത് എന്നുള്ള വിവരം ചില ബ്ലോഗുകളൊക്കെ അതേപ്പറ്റി അന്ന് തന്നെ 2019 ഉണ്ടായിരുന്നു. ഇതിലത് 1999 വിജയ് മല്യ സ്വർണ്ണ ആഭരണം തീർത്തപ്പോൾ അതതിൻ്റെ ഒരു വിശുദ്ധി നഷ്ടമായി. അതുകൊണ്ട് ഏതോ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗത്തിനൊരു സ്വപ്ന ദർശനമുണ്ടായി. അത് അയ്യപ്പന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് മാറ്റണം. അതിനാൽ പുതിയൊരു കോപ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കി അതിൽ സ്വർണം പൂശുകയായിരുന്നു. അതാണ് ഈ ചെന്നൈയിലെ ഈ കമ്പനി അവിടെ കൊണ്ടുപോയി സ്വർണം പൂശുകയായിരുന്നുവെന്ന്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അന്ന് തന്നെ പ്രചരിച്ചതാണ്. അതിൻ്റെയൊക്കെ ബ്ലോഗുകളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പല ദുരൂഹതകളും സംഭവിച്ചു കഴിഞ്ഞു. താങ്കൾ എന്തായാലും അപ്പോഴത്തെ ജീവനക്കാരിൽ നിന്നൊക്കെ വിവരം ശേഖരിച്ചാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ മുൻ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ താങ്കൾക്ക് അങ്ങനെയുള്ള കുറേ ആളുകളുമായി ഇതേക്കുറിച്ചുള്ള വിവരശേഖരണം നടത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അന്ന് പറഞ്ഞിരുന്ന കുറേ അഭ്യൂഹങ്ങൾ അതൊക്കെ ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു വരികയാണല്ലോ, ഇല്ലേ? അതായത് പുതിയ ഒരു പാളി ഉണ്ടാക്കി അവിടെ ദ്വാരപാലകരുടെ ആവരണമായിട്ട് കൊണ്ടുവന്നത് തന്നെയാണ് എന്ന്. അല്ല, ഈ വിജയമല്ലയ്യ അതിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ അത് മുഴുവൻ സ്വർണ്ണം പൂശി. അതിന് നല്ല ഒരു സ്വർണം വന്നിട്ടുണ്ട്. പിന്നെ ആ പടിവാതിക്കൽ സ്വർണ്ണം പൂശി, കട്ടിള അതിൻ്റെ ഡോറ് അദ്ദേഹം സ്വർണ്ണം പൂശി, പിന്നെ ഈ ദ്വാരപാലകരെയും പൂശി. ഈ ദ്വാരപാലകർ മാത്രമല്ലല്ലോ, അപ്പോൾ എല്ലാം അദ്ദേഹം ചെയ്തതാണ്. ഞാനത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഏതോ ദേവസ്വം ബോർഡ് മെമ്പർ സ്വപ്നം കണ്ടൊന്നും ഞാനെത്തില്ല. പക്ഷേ ബാംഗ്ലൂരിലുള്ള 3 പേരെ സ്പോൺസർ ചെയ്തെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 2025 പൂശാൻ കൊണ്ടുപോയതിനെ കുറിച്ചാണ്. 2019 പൂശാൻ കൊണ്ടുപോയത് വേറെ കുറേ ആളുകളാണ്. ഞാൻ പറയട്ടെ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഇത് കൊണ്ടുവന്ന് നടന്ന് ഈ കോടിക്കണക്കിന് രൂപ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ പേരിൽ വാങ്ങി. അതുമാത്രമല്ല, ദേവസ്വം വിജിലൻസിൻ്റെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അറിവ് ശരിയാണെന്നറിയില്ല, ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത ഒരു SP ആണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ദേശത്തെ കാര്യം വരാൻ പോകുന്നത്? അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഹൈക്കോടതി തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ. അല്ല, ആ അന്വേഷണം എന്ന് പറയുന്നത് ഒരു ക്രൈം, ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതേ പറഞ്ഞത്. അത് ഈ അന്വേഷണം 2 കൊല്ലം പിടിക്കും. അന്വേഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ, അത് 25 വർഷത്തെയോ 50 വർഷത്തെയോ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഇമ്മീഡിയറ്റായി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളും മന്ത്രി അടക്കമുള്ള അവരെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ കാണാതെ പോയിരിക്കുന്ന പീഠം കിട്ടി, കാണാതെ പോയിരിക്കുന്ന ദ്വാരപാലകരെ കൂടി എവിടെ നിന്ന് കണ്ടെടുക്കണം. അത് ഇവനിപ്പോഴും നടന്ന് പിരിക്കുകയാണോ എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കയറാൻ അവസരം കിട്ടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടെ ഈ പീഠം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓർഡറാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓർഡറാണ്. ആ ഓർഡർ ഇറക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന 2 മെമ്പർമാരടക്കമുള്ള ആളുകൾ സെക്രട്ടറി സ്ഥാനത്തിൽ കൂടുന്ന യോഗത്തിൻ്റെ മിനിറ്റ്സാണ് ഓർഡറായി വരുന്നത്. അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെമ്പുപാളിയാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ദുരൂഹത എന്ന് പറയുന്നത് വലിയ ദൂരക്കാഴ്ചയോടുകൂടി ഇത് വലിയ അഴിമതി നടത്താൻ, ഇത് വലിയ വഞ്ചന നടത്താനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കോൺസ്പിറസിയെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. ഇത് നിരീശ്വരവാദികൾ മനഃപൂർവ്വം അയ്യപ്പൻ്റെ ആ വലിയ അദ്ദേഹത്തിൻ്റെ ആ ജനങ്ങളിലേക്കുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം കൂടിയാണോ എന്നതിനെക്കുറിച്ച് പോലും എനിക്ക് ഇത് ഭയാശങ്കയുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തെ ഈ ചുഴിഞ്ഞു നോക്കാനൊന്നും കഴിയില്ലല്ലോ എന്നാണ്. ചുഴിഞ്ഞു നോക്കണമല്ലോ. അവിടെ വരുന്ന സ്പോൺസർ എങ്ങനെയായിരിക്കണം, അവൻ്റെ ആസ്തി എന്താണ്, അവൻ്റെ കമ്പനി ഏതാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ടാണ്.
അമ്പലത്തിൽ 1000 രൂപയോ 5000 രൂപയോ നേർച്ചയെടുത്ത പോലെയല്ലോ ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശബരിമലയിൽ കൊടിമരം വെച്ചു, അത് ഫിനിക്സ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയാണ് അത് ചെയ്തത്. അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് നിരവധി അന്വേഷണം നടത്തി പോലീസ് ക്ലിയറൻസ് വരെ വാങ്ങിയിട്ടാണ് അത് അവർക്ക് പറയാവുന്ന പോലെ 9.5 കിലോ സ്വർണം അവർ നൽകി അതിൻ്റെ മുഴുവൻ ചെലവ് വഹിച്ചത്. അതുപോലെ എല്ലാ സ്പോൺസർഷിപ്പ് വിജയമല്യ എന്തു പറയട്ടെ, അദ്ദേഹം കേസിലും അദ്ദേഹത്തിൻ്റെ ആ തട്ടിപ്പിലൊക്കെ പെട്ടുപോയെങ്കിലും അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനും ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അയ്യപ്പനെ ആ ഒരു കൃത്യം നിർവഹിക്കാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ആ സ്പോൺസർമാരെ കുറിച്ച് അന്വേഷിക്കാതെ സ്പോൺസർമാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ദേവസ്വം പ്രസിഡന്റുമാർ എന്ന് പറയുമ്പോൾ, ഇത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔചിത്യമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ശരി.